പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ 2 പേർ പാകിസ്ഥാനികളാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ആക്രമണത്തിലെ ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് രേഖാചിത്രം തയ്യാറാക്കിയതെന്ന് സുരക്ഷാ സേന അറിയിച്ചു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർക്ക് പലസ്തീനിലെ ഹമാസിന്റെ പരിശീലനം ലഭിച്ചതായി രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ആക്രമണം ഇസ്രയേലിൽ ഹമാസ് നടത്തുന്ന ആക്രമണങ്ങളുടെ അതേ മാതൃകയിലാണ് എന്നാണ് വിലയിരുത്തൽ. ഭീകരർക്ക് അധിനിവേശ കശ്മീരിലെ ക്യാമ്പുകളിൽ പരിശീലനം കിട്ടിയതായും വിവരമുണ്ട്. ഇസ്രയേൽ മോചിപ്പിച്ച ഹമാസ് തീവ്രവാദികൾ അധിനിവേശ കശ്മീരിലെ ക്യാമ്പുകളിലെത്തിയതായാണ് വിവരം. ഹമാസ് വക്താവ് ഖാലിദ് ഗദ്വൂമി അടക്കം ഉന്നത നേതാക്കളാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ ക്ഷണപ്രകാരം എത്തിയത് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇവർക്ക് ഫെബ്രുവരിയിൽ റാവൽകോട്ടിൽ സ്വീകരണം നൽകിയെന്നും നേതാക്കളെ കുതിരപ്പുറത്ത് തെരുവിലൂടെ ആനയിച്ചുവെന്നുമാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചതായി പറയപ്പെടുന്ന വിവരം. പ്രമുഖ ലഷ്കർ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തുവെന്നും വിവരമുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പൗരന്മാരെ ഉടൻ ഇവിടെ നിന്ന് കണ്ടെത്തി തിരിച്ചയക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ മുഖ്യമന്ത്രിമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു. പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാ വിസകളും റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്ക് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ ഈ നിർദ്ദേശം. ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരോട് ഏപ്രിൽ 27-നകം ഇവിടം വിട്ടുപോകാനാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മെഡിക്കൽ വിസയുള്ള പാക് പൗരന്മാർക്ക് 2 ദിവസം കൂടി അധികമായി ലഭിക്കും. ഇവർ ഏപ്രിൽ 29-നകം രാജ്യം വിടേണ്ടി വരുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. നയതന്ത്ര നടപടികളുടെ ഭാഗമായി പാക് പൗരന്മാർക്ക് പുതുതായി വിസ നൽകുന്നതും ഇന്ത്യ നിർത്തിവച്ചിരിക്കുകയാണ്. നിലവിലെ വിസകൾ റദ്ദാക്കുകയും ചെയ്തു. ഇന്ത്യക്കാർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യരുതെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ഇന്ത്യക്കാരൻ